നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഏതെങ്കിലും കമ്പനിയുമായിട്ട് CMRL കേസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തകർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇത്തരം രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. അതിൻ്റെ ഒപ്പമാണ് മനോരമ കൊണ്ടുവന്ന മാസപ്പടി കേസും വരുന്നത്. ഒരു പത്രമാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ മാസപ്പടി എന്ന പ്രയോഗം തന്നെ നടത്തിയത്. അത് മനോരമയാണ്. മനോരമയുടെ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി തെളിവുകളിൽ ഒരു കാര്യം എന്ന് മാത്രമേ ഇത് കാണുകയുള്ളൂ. ഏതെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് CPIM-ൻ്റെ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മകൾ വീണ. അതിൻ്റെ ഒപ്പമാണ് മനോരമ കൊണ്ടുവന്ന മാസപ്പടി കേസും വരുന്നത്. CMRL കേസ് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിപ്പൊക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് കെട്ടിപ്പൊക്കുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യമാണ്. ഗവർണർക്കെതിരായ സുപ്രീം കോടതി വിധി ആശാവഹമായ ഒന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഫെഡറൽ തത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഈ ഇടപെടലുകൾ അതിന് ശക്തിയായ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. വീണയ്ക്കെതിരായ SFIO കേസ് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ വിഷയമായി ഉപയോഗിച്ചാൽ അതിനെ അങ്ങനെ തന്നെ നേരിടുമെന്നും ബിനോയ് വിശ്വം. ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെടട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന് കൂടെ നിൽക്കും. വീണ വിജയൻ്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും തന്നെയാണ്. വീണ വിജയൻ്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിൻ്റെ വിഷയമാണ്. ആ കമ്പനിയുടെ നടത്തിപ്പുകാർക്ക് വേറൊരു കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കസ്റ്റഡിയിലുള്ളവരുടെ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കെയർ ഹോമിലുള്ള വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് കല്ലും കുപ്പിയും എറിഞ്ഞ അഭിഭാഷകർ. ഇതിന്റെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. അതേസമയം അഭിഭാഷകരും കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. അഭിഭാഷകരുടെ പരാതിയിൽ 10 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് അഭിഭാഷകർ കല്ലും കുപ്പിയും എറിഞ്ഞ സംഭവം. മദ്യപിച്ചെത്തിയ ചില അഭിഭാഷകർ വിദ്യാർത്ഥിനികളോട് ഉൾപ്പെടെ മോശമായി പെരുമാറിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് SFI ജില്ലാ പ്രസിഡന്റ് ആശിഷ്. മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് അഭിഭാഷകർ കല്ലും കുപ്പിയും എറിഞ്ഞ സംഭവം. ബാർ അസോസിയേഷന്റെ പരിപാടിയിലേക്ക് വിദ്യാർത്ഥികൾ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കിയെന്ന് അഭിഭാഷകർ. അഭിഭാഷകർ ഒരു വിദ്യാർത്ഥിയെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമില്ല. ഞങ്ങളുടെ ആനുവൽ ഡേക്ക് അകത്ത് നുഴഞ്ഞു കയറിയ വിദ്യാർത്ഥികളെന്ന് അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥികളാണോ എന്ന് പോലും അറിയില്ല. ഇത് ഓരോ അഭിഭാഷകനും രാവും പകലും പണിയെടുത്ത് നടത്തുന്ന ഒരു പരിപാടിക്കകത്ത് നുഴഞ്ഞു കയറിയവരോട് നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. മുനമ്പം വഖഫ് കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് 1970-ൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്ത്. മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് പറവൂർ സബ് കോടതിയിൽ ഫറൂഖ് കോളേജ് നൽകിയ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കുന്നു. ഭൂമി ഇഷ്ടദാനമാണ്
തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമല്ല, ആഗോള തീവ്രവാദികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടുവെന്നും K. സുരേന്ദ്രൻ. മതഭീകരവാദികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയൊരു നീക്കം നടത്തുകയുണ്ടായി. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായതിൻ്റെ മറവിൽ നിരോധിത ഭീകരവാദ സംഘടനകൾ സംസ്ഥാനത്ത് അവരുടെ പ്രചാരണം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. 17 കോടി രൂപ കൂടി അധികമായി സർക്കാർ കെട്ടിവെക്കണമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. 549 കോടി നഷ്ടപരിഹാരം വേണമെന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ആവശ്യം പരിഗണിക്കാനാവില്ലെന്നും കോടതി. സപ്ലൈകോയിൽ 5 സബ്സിഡി ഇനങ്ങൾക്ക് ഇന്ന് മുതൽ വിലക്കുറവ്. കുറച്ചത് തുവരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നീ സബ്സിഡി ഇനങ്ങളുടെ വില കുറയുക കിലോഗ്രാമിന് 4 മുതൽ 10 രൂപ വരെ. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണി നാളെ മുതൽ ആരംഭിക്കും. വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. വിപണനം നടത്തുന്നത് 170 കേന്ദ്രങ്ങളിലായി. 10 മുതൽ 35% വരെ വിലക്കുറവ്. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകം പ്രതി ജോജോയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം മുൻകൂട്ടി കണ്ട് വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. കണ്ണൂർ മീൻകുന്നിൽ അമ്മയെയും 2 മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മഠത്തിൽ വീട്ടിൽ സത്യഭാമയും 14ഉം 9ഉം വയസ്സുള്ള 2 മക്കളും. കുട്ടികളെ കിണറ്റിലെറിഞ്ഞതിനു ശേഷം അമ്മയും ചാടി മരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോട്ടയം എരുവേലിയിൽ വീടിന് തീപിടിച്ച് വീട്ടമ്മ മരിച്ചു. മരിച്ചത് കരകപ്പലം സ്വദേശിനി സീതമ്മ. തീപിടുത്തത്തിൽ സീതമ്മയുടെ ഭർത്താവ് സത്യപാലനും മക്കൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. പ്രതി നൌഫലിന് ജീവപര്യന്തം തടവും 1,80,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. CPM ജനറൽ സെക്രട്ടറി MA ബേബി മധുര പാർട്ടി കോൺഗ്രസിലെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുമെന്ന് MA ബേബി. ഈ മാസം അവസാനം പോളിറ്റ് ബ്യൂറോയും പിന്നാലെ കേന്ദ്ര കമ്മിറ്റിയും ചേരുമെന്നും MA ബേബി. ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും ഇവിടെ SFI യുവജന രംഗത്തെല്ലാം പോസ്റ്റുകൊണ്ടിരിക്കുന്ന ആ കാലത്താണ്. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്രയോ തവണ വന്നുപോയതാണ്. അതിന് തുടർച്ചയായിട്ടുള്ളൊരു വരവ് എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഈ വരവിനില്ല. പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള കർമ്മപരിപാടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള PBCC യോഗങ്ങൾ ഈ മാസം അവസാനമായി PB ഉണ്ടാവും. ആ യോഗത്തിൽ വെച്ചാണ് പിന്നെ CC യോഗം എന്ന് വിളിക്കണമെന്നുള്ളത് തീരുമാനം. മുകേഷ് അംബാനിയുടെ 15,000 കോടി രൂപ വിലമതിക്കുന്ന വീട് വഖഫ് സ്വത്തായിരുന്നുവെന്ന് വാദിച്ച് അസദുദ്ദീൻ ഒവൈസി. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഭൂമി കരീം ഭായ് ഇബ്രാഹിം ട്രസ്റ്റ് കൈകാര്യം ചെയ്തിരുന്നത്. ഈ ഭൂമി മുൻപ് വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും ഒരു അനാഥാലയത്തിനും മതപാഠശാലയ്ക്കുമായി അനുവദിച്ചതാണെന്നും അവകാശവാദം. വലതുപക്ഷ MLA-മാരാണ് യൂത്ത് കോൺഗ്രസിനും ഗുണ്ടകൾക്കും സംരക്ഷണം നൽകുന്നതെന്ന് SFI ജില്ലാ പ്രസിഡന്റ് നന്ദൻ. തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാനുള്ള ശ്രമമാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടായതെന്നും SFI ജില്ലാ പ്രസിഡന്റ്. SFIക്കാർ ഗുണ്ടകളാണ് എന്നാൽ ഞങ്ങൾ ഇവിടെ ആരോപിക്കുകയാണ്, പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ സംഘടനയിൽപ്പെട്ടിട്ടുള്ള MLA-മാരാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ള KSUവിന്റെ ഗുണ്ടകൾക്കും യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകൾക്കും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത്. അതിനുള്ള വ്യക്തമായ തെളിവ് SFIക്കുണ്ട്. ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും ഞങ്ങൾ തന്നിട്ടുണ്ട്. ഇന്നലെ
ഇവിടെ പുറത്തു നിന്ന് വന്നിട്ടുള്ള 2 ദിവസമായി ഈ സർവകലാശാലയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം മുതൽ ഇവിടെ നിന്ന് പുറത്തു നിന്ന് വന്നിട്ടുള്ള KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇവിടെ ബൈക്കിലിടിച്ച അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് പശ്ചിമബംഗാൾ സ്വദേശി മിന്റു മണ്ഡൽ. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ശബരിമല ഉത്സവത്തിന് സമാപനം കുറിച്ച് പമ്പയിൽ ആറാട്ട്. ഗണപതി കോവിലിലെ പൂജകൾക്ക് ശേഷം ഘോഷയാത്ര പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിച്ചു. വിഷു അനുബന്ധ പൂജകൾ കൂടി പൂർത്തിയാക്കി 18-ന് നടയടക്കി. ഇടുക്കി ഉപ്പുതറയിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സജീവന്റെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സജീവന്റെ ഭാര്യ രേഷ്മ 2 മാസം ഗർഭിണിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ഉപ്പുതറ പോലീസ് അന്വേഷണം തുടങ്ങി. പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ വിചിത്രവാദവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. വില വർദ്ധിപ്പിച്ചതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് സന്തോഷമേയുള്ളൂവെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമെന്ന് CITU ദേശീയ സെക്രട്ടറി എളമരം കരീം. പാവപ്പെട്ടവർക്ക് ഇന്ത്യയിൽ കൂലിയില്ലെന്നും എളമരം കരീം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസക്കൂലി ലഭിക്കുന്നത് കേരളത്തിലെന്നും എളമരം കരീം. വീണ്ടും വിവാദ പരാമർശവുമായി അലഹാബാദ് ഹൈക്കോടതി. പീഡനക്കേസിൽ ഇരയായ പെൺകുട്ടിയാണ് അക്രമത്തിന് ഉത്തരവാദിയെന്ന് ജഡ്ജി സഞ്ജയ് കുമാർ സിംഗിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. 2 തവണ പീഡിപ്പിക്കപ്പെട്ടെന്ന പെൺകുട്ടിയുടെ ആരോപണം തള്ളിയ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. ഭിന്നശേഷിക്കാർക്കായി പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS നേതാവ് KB ഹെഡ്ഗേവാറിന്റെ പേര്. വ്യാപക പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. വേദി അടിച്ചു തകർത്ത ഡിവൈഎഫ്ഐ ശിലാഫലകം എറിഞ്ഞുടച്ചു. തീരദേശത്തെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ച ഫിഷറീസ് വകുപ്പ്. സംസ്ഥാനത്തെ 590 കിലോമീറ്റർ തീരപ്രദേശത്ത് ഏകദിന ജനകീയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞമാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ശംഖുമുഖത്ത് മന്ത്രിമാരായ MB രാജേഷ്, സജി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് പരാതി. ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കിണറ്റിനുള്ളിൽ ഓട്ടോ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തി. മുൾക്കി സ്വദേശി ഷെരീഫിന്റെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. കൈക്കും തലയ്ക്കും മുറിവേറ്റ പാടുകളുണ്ട്. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.